ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? വയനാട് നമ്മളെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകട്ടോ. 2015 പൂപ്പൊലി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, സലു കിച്ചൻ വളപ്പുരണ്ട്, സപ്പോസ് ഡ്രീം വേൾഡ് ഉണ്ട്, പിന്നെ നമ്മളെ പനങ്കുല ഹെയർ ഓയിലിൻ്റെ സജിനത്തുണ്ട്. സജിത്ത അവിടുന്ന് നരിക്കുനിന്ന് അങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പോണത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് നിന്ന് പിന്നെ KSRTCയിൽ നമുക്ക് വയനാട്ടിലേക്ക് എത്തണം, അമ്പലവയലിലേക്ക് ഇട്ടാൽ. അപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ അങ്ങനെ 1.25 മണിക്കൂർ കഴിപ്പം സപ്പൂസ വേഗം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാരി കിച്ചൻ മലപ്പുറം വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സപ്പൂസിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ കയറിയിരിക്കുകയാണ്. സാരി കിച്ചൺ വലുപ്പത്തിന് കാത്തിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ചായയൊക്കെ കുടിച്ച്, കുട്ടികളുണ്ട്, സപ്പൂസിൻ്റെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവളെയും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ സെലി വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല. സെലി കുറേ തടിയൊക്കെ പാകമായിരുന്നു കേട്ടോ, കുറേ പോയിന്. ഇപ്പം ആദ്യത്തെ അധികം നല്ല അടിപൊളിയായിട്ട് ഭംഗിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെലി വരുന്നവരുടെ വെയിറ്റ് ചെയ്യാറ് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളമൊക്കെ വാങ്ങി കൊടുത്ത് ഓരോ കാര്യങ്ങളും ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സപ്പൂസിൻ്റെ മോനാണ്. സെലിനെ കാത്തിക്കാൻ ഇപ്പൊ സെലി വന്നിട്ടുണ്ട്. സപ്പൂസ വീട്ടില് ഞങ്ങള് തെറ്റീണ്, പിണങ്ങീണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിണക്കൂല്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും ഹാപ്പി തന്നെയാണ്. തെറ്റാതൊക്കെ ഞാൻ വിചാരിച്ചു നീക്കി കൊടുക്കേ, നീക്കി കൊടുക്കാം. അപ്പൊ സാധനം പോയോ ഷാരൂഖ് സിൽപ്പിയിൽ അഭിനയിച്ച നമ്മൾ ചങ്ങാണ് കേട്ടോ. ഷാരൂ ഷെമിയൻ ഷെലുത്താൻ്റെ സ്വന്തം ചോറുന്ന ഇവിടെ ചങ്ങാടിയാണോ? ഇവിടെ കുട്ടികള് പോട്ടെ. പിന്നെ ഞങ്ങള് പിന്നെ ഇവിടേക്ക് പോവാണ്. ഫുഡ് കഴിക്കട്ടെ ചേച്ചി. അവിടെ ഹോട്ടലൊക്കെ എന്തൊക്കെ സജിത്ത വിളിക്കുന്നുണ്ട്. സജിത്ത വിളിക്കുന്നുണ്ട്. സജിത്താനെ കണ്ട്, സജിത്ത വന്ന് ഉണ്ട്. പിന്നെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. മോളവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ, ഭയങ്കര വിഷമുണ്ട്. പിന്നെ സജിന് ചോറ് വാങ്ങണം. പിന്നെ സജിത്താനെ മക്കളെല്ലാരും ഉണ്ട് കേട്ടോ. ഇതാ സപ്പൂസ് വീഡിയോ എടുക്കണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഫുഡ് കഴിക്കട്ടെ. സരി അയില പോയോണ്ടിരിക്കും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പം സജിത്തെ കുറച്ച് ചോറുണ്ടോന്നില്ല, ഞാൻ അത് തിന്നാൻ വിചാരിച്ചു. ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഞാൻ തിന്നണില്ല. സെലൂന് ഹോട്ടലിൽ നിന്ന് മതിയായിരുന്നു. അത് പറയണ്ട. ഞങ്ങൾ അമ്പലവയലിലെത്തിട്ടോ. അടിപൊളിയായിട്ടുള്ള ഇതുണ്ട് ഇവിടെ, പൂക്കളൊക്കെ ഉണ്ട്. ഞങ്ങള് പോവാ. ഞങ്ങളിവിടെ ഇറങ്ങി ഇനി ഇവിടെ നേരെ പൂപ്പൊലിന്റെ അല്ലേ അന്തമാന ആൾക്കാരാ. നേരെ അങ്ങോട്ട് എത്തണം. ഇനി കൗണ്ടറിലെ തിരക്കാട്ടത്. അങ്ങനെ നമ്മളെ പൂപ്പൊലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾ. കാരണം അടിപൊളിയാണ് മക്കളെ. അവിടെ 60 രൂപ ടിക്കറ്റുകൾ. ആ 60 രൂപ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് മുതലാകും. അത് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് വയ്യ, പറയാൻ വയ്യ,
അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പറിച്ച് കിട്ടിയെടുക്കാൻ തോന്നും കേട്ടോ. ഇങ്ങോട്ട് ഇവിടേക്ക് ഞങ്ങളിങ്ങനെ കണ്ടോട് പോവുകയാണ്. ഇവിടേക്ക് നമുക്ക് കയറിനോടത്ത് തന്നെയല്ല ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഇത്. പക്ഷെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പൂക്കളുടെ കലവറ കാണുന്നത്. എന്താണെന്നറിയോ, അത് കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക എനിക്കറിയില്ല. അത് പോയി കാണണം, അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കണ്ടേ പറ്റും. ഭയങ്കരം തിരക്ക്. കാരണം എന്താ പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. പിന്നെ അവിടെ ഗാനമേളുണ്ട്, കലാപരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. കാരണം നമുക്ക് വീട്ടിലേക്ക് പോരണം. വീട്ടിലേക്കല്ല, ഞങ്ങൾ സജിത്താൻ്റെ വീട്ടിലേക്കാണ് പോയത്. നമ്മൾ വീട്ടുകാരോടൊക്കെ സമ്മതം വാങ്ങിയിട്ട് സജിത്താൻ്റെ വീട്ടിൽ നിൽക്കാമെന്നുള്ള പ്ലാനിങ്ങിലോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. അല്ലാതെ ഞങ്ങൾ വയനാട് പോയി തിരിച്ചു വരാനൊരു ഇത് ഞങ്ങൾക്ക് എന്തായാലും കിട്ടൂല. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി, സജിത്താൻ്റെ ഫാമിലി മൊത്തം ഉണ്ടായിന്. അപ്പോൾ സജിത്താൻ്റെ കൂടെ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 7-8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി സജിത്താൻ്റെ വീട്ടിൽ ഞങ്ങളൊരു 11:30-12 മണിയായപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനെന്താ വെച്ചാൽ പിന്നെ ഇതിൽ ഫുള്ള് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, ഫുള്ള് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഓരോരോ സെക്ഷനായിട്ട് ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ മല്ലികപ്പൂ ഉണ്ടല്ലോ, നമ്മുടെ ചെണ്ടുമല്ലി, അത് ഒറ്റ സെക്ഷനായിട്ടൊരു വീഡിയോ ഇടാം. അതുപോലെ പിന്നെ സൂര്യകാന്തി ഒറ്റ സെക്ഷനായിട്ടിടാം. അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ ഞാൻ ഒറ്റ സെക്ഷനായിട്ട് ഓരോരോ സെക്ഷൻ, ഇപ്പം മല്ലികൻ്റെത് ഒരു വീഡിയോ ആക്കിയിടും, മറ്റത് ഒരു വീഡിയോ ആക്കിയിടും, വേറെ ഒരു ഉണ്ട് അതായത് ഇതുപോലത്തെ സൂര്യകാന്തികൾ, അതും ഒരു വീഡിയോ ആക്കിയിടും. അങ്ങനെ ആക്കിയിടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് കാണാൻ, എന്തിൻ്റെ ഭംഗി ആസ്വദിച്ചേ തീരും. അത്രയ്ക്കും ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇൻഷാ അല്ലാ പോയി 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ മുന്നേ തന്നെ പോയി കണ്ടോളി കേട്ടോ. നല്ല അടിപൊളിയാണ്, കണ്ടാൽ തന്നെ നമുക്ക്. പിന്നെ എന്താണ്, മാസ്ക് പ്രത്യേകം അവിടെ വേണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര പൊടിയാണ് അവിടെ. ആ പൊടി കൊണ്ട് നമുക്ക് ശ്വാസത്തിന് തടസ്സം വരും, അത്രയ്ക്ക് പൊടിയുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, പൂവ് മയിലിൻ്റെ ആകൃതിയിൽ പൂവിനുണ്ടാക്കി വെച്ചേക്കുക. മയിലിൻ്റെ പ്രതിമ വെച്ചിട്ട് അതിൻ്റെ പീലികൾ ഫുള്ള് ഫ്ലവർ കൊണ്ട് കേട്ടോ. അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി അറിയാം. അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കണ വരെ ശരി ഞങ്ങളെ കൂടെ ഉണ്ടായിന്. ടിക്കറ്റ് എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ ഓളെ കണ്ടിട്ടേ ഇല്ല. ഓക്ക് ആരാധകർ ഓളെ വന്നിങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഓളാകെ ടയേർഡായതിൻ്റെ ശേഷം ഓള് വിളിച്ചുകൊണ്ടാണ് ഞാൻ പോവുകയാണ്, എനിക്ക് വയ്യ, ഞാൻ കോഴിക്കോട്ടേക്ക് ബസ് കയറുകയാണെന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഞങ്ങൾ കുറേ പറഞ്ഞ് പോകണ്ട, നമ്മൾ വരുന്നുണ്ട്, ഈ ഇടയ്ക്ക് ഒറ്റയ്ക്ക് പോവല്ലേ എന്നൊന്ന് പറഞ്ഞിട്ട് ഓൾ കേൾക്കാതെ ഓൾ പോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങളെ കൂടെ തന്നെ പിന്നെ താമരശ്ശേരിക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ ബസ് കയറി താമരശ്ശേരി വന്ന് ഇറങ്ങി. സജിത്താൻ്റെ മക്കൾ അവിടുന്ന് കൂട്ടി കൊണ്ടുപോയി. കാരണം ഓളൊറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ താമരശ്ശേരി എത്തി. ഞങ്ങളെയും സജിത്തയും കുട്ടികളൊക്കെ അവിടെ വന്ന് ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി. സജിത്താനെ പിന്നെ ഞങ്ങൾ വേഗം പറഞ്ഞേച്ചു. കാരണം സജിത്താൻ്റെ ഉമ്മച്ചിയുണ്ട് കൂടെ. ഉമ്മച്ചി കുറച്ച് പിന്നെ ടയേർഡായിനി. അപ്പോൾ വേഗം ഒരു വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് പോയി വീട്ടിലെത്തി. വീട്ടിലത്തെ വിശേഷമൊക്കെ പിന്നെ ഞങ്ങൾ വിടണ്ട്, ഞാൻ വിട്ടുണ്ട്. പിന്നെ ഇനി പൂപ്പൊലിൻ്റെ പൂവുകളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, പൂവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആളുകളുടെ തിരക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും ഒന്നും ഇങ്ങോട്ട് ഇതാവാനും പോലും കഴിയണില്ല. വൈകുന്നേരം ഒരു 5:30-6 മണി ഇങ്ങോട്ട് ആയപ്പോൾ തിങ്ങി വരിക ആളുകൾ. അത് പിന്നെ അതിലിടെ ഓരോരുത്തർ വിളിച്ചിങ്ങനെ പറയാണ്, ആളുകളെ കാണാതാവുന്നുണ്ട്, കുട്ടികളെ കാണാതാവുന്നുണ്ട്. ഇങ്ങനെ വിളിച്ച് മൈക്കിലിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ അവിടെ ഹാജരാണം, ഇവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം. അങ്ങനെ നമ്മളവിടെ പോയി പറയണം കാണാതായാലും. കൂട്ട തട്ടി എന്തായാലും കാണൂല. ഇപ്പോൾ സലു കിച്ചനെ ഞങ്ങൾ കണ്ടില്ല. കാരണം ഞങ്ങളെ കൂടെ ഉണ്ടായ ആളാണ് പെട്ടെന്നാണ് കാണാതായത്. കാരണം അത്രയും ജനമുണ്ട് അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓള് പോയി പിന്നെ തിരിച്ച് ഞങ്ങളെ കൂടെ തന്നെ നിർത്തി. പിന്നെ രാവിലെ ഞങ്ങളെല്ലാവരും ഒപ്പം പോന്നേ. എത്രങ്ങാനും ആൾക്കാർ സെൽഫി എടുക്കലും വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട് അവിടെ. അതിപ്പോഴായിട്ട് ഫ്ലവറുകളെ കാണുമ്പോൾ നമുക്ക് അധികം ഒരു ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഫ്ലവറുകളൊക്കെ കാണുമ്പോൾ. പിന്നെ റോസുകൾ, പല തരത്തിലുള്ള റോസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അത്രയുടെ ഭംഗിയായിട്ട് തോന്നി. ഇത് കൂട്ടത്തോടെ നിൽക്കുമ്പോഴാണ് ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇത് ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ, കണ്ടില്ലേ? ഇതുപോലെ ആകുമ്പോൾ അത്ര ഇത് തോന്നിയില്ല. പക്ഷേ റോസിൻ്റെ ആട്ടിയും ഇഷ്ടം. റോസ് ഭയങ്കര ഇഷ്ടമുണ്ട്. വൈറ്റ്
പിന്നെ പിങ്ക്, ചുവപ്പ്, റോസ് കളർ, എല്ലാ റോസുകൾ പല കളറിലുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ അതിങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇത് കൂട്ടത്തോടെ ഇപ്പം മല്ലിക നിൽക്കണ കണ്ടില്ലേ, ചെണ്ടുമല്ലി അതുപോലെ നിൽക്കുന്ന മാതിരിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിന് കാണാൻ. പിന്നെ മറ്റുള്ള വേറെ സൂര്യകാന്തി ഒക്കെ ഉണ്ട്. സൂര്യകാന്തി ഫ്ലവർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരും. അപ്പം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ റോസപ്പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കണ കാണുമ്പം പറിച്ചിങ്ങനെ കൊണ്ടുവരാൻ തോന്നുന്നു. പക്ഷെ പറിക്കാൻ പറ്റില്ല, 500 രൂപ ഫൈൻ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മളതുമായിട്ട് കുട്ടികളോ നമ്മളൊക്കെ അറിയാതെ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ നമ്മളെ മനസ്സിൽ പറിച്ചാനൊക്കെ തോന്നും, പക്ഷെ നമുക്ക് പറിച്ചാനുള്ള അധികാരം അവിടെ ഇല്ല. 500 രൂപ പിഴ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതോടെ അമ്പലത്തിനൊക്കെ ഒന്നിങ്ങനെ തൊട്ട് പോരാനേ പറ്റുള്ളൂ. പല കളറിലെ റോസുകളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ അടിപൊളിയായിട്ട് നിൽക്കണേ. പക്ഷെ ഇത് അവർ അവിടെ കുറച്ച് മുന്നേ നട്ട് വളർത്താൻ തോന്നുന്നുണ്ട്. ഈ പൂപ്പൊലിൻ്റെ ടൈം ആകുമ്പോഴത്തേന് ഇത് വളരണ്ടേ, അത് വളമൊക്കെ കൊടുത്ത് എല്ലാം ഇതാക്കണതാവും അത്. പിന്നെ അവിടെ ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മൾബറിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ചെടികളുണ്ട്, നമുക്ക് വാങ്ങേണ്ടവർക്ക് വാങ്ങാം. അതിൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തതൊക്കെ വിൽക്കാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയി വാങ്ങാം. പിന്നെ ഗ്രാമ്പൂൻ്റെ തൈനൊക്കെ 25 രൂപയുള്ളൂ. പിന്നെ ഒരു എക്സിബിഷനായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാട്ടോ അതൊക്കെ. നെല്ല് കതിരില്ലേ, കതിരൊക്കെയാണ്, നെൽക്കതിരുകളൊക്കെയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ജിമിക്കി മാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുക. അതുപോലെ കൊട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ പിന്നെ കൗതുക വസ്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഞാൻ കണ്ടു ഇവിടെ ഇതുപോലെ കൊമ്പ് ആനൻ്റെ മാതിരി, പാമ്പിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം മരത്തിനോട്. ഇത് പിന്നെ ഒരു ചെടിയാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒരു ചെടിയാണിത്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പേര് ഇതിൽ കൊടുക്കണ്ടല്ലേ. ഇതുപോലത്തെ മരത്തിനോടൊക്കെ ഒരുപാട് കൗതുക വസ്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിയവർക്ക് വാങ്ങാം. അതൊക്കെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ. വാങ്ങേണ്ടവർക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങാനൊന്നും പോയില്ല കേട്ടോ. നമ്മളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകുന്നു. പിന്നെ വിത്തുകളുണ്ട്, പിന്നെ തീന ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, കസ്തൂരി മഞ്ഞൾ, വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ ആളുകളങ്ങനെ കയറി. ഇവിടെപ്പം ടിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ വേറൊരു സംഭവമുണ്ട്, അവിടെ മുഖത്ത് എന്തോ ഒരു ക്യാമറ വെച്ചിട്ട് എന്തൊക്കെയോ കാണുന്ന സംഭവമൊക്കെ ഉണ്ട്. അതിനൊക്കെ ടിക്കറ്റ് 300 രൂപ ടിക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ആസ്വദിച്ചോട് നടക്കുകയാണ്. നഴ്സറിയാണ് ഇത്. അതിൽ ഒരുപാട് ചെടികൾക്ക് നമുക്ക് വാങ്ങാനൊരു ഇതുണ്ട്, ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഇല്ല ചെടികളുടെ വിത്തുകളുണ്ട് കേട്ടോ അവിടെ. അതൊരു ഇതിൽ ഞാൻ കണ്ടു വിത്തുകൾ. ആ വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിയാൽ ആ ചെടി നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനനുസരിച്ചുള്ള വളം ഇട്ട് കൊടുത്താണ്ട് നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു.
അതും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്ലവറുമായിട്ടാട്ടോ വരും. ഫ്ലവേഴ്സിൻ്റെ ചെണ്ടുമല്ലി ഫ്ലവേഴ്സായിട്ട് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും വരും കേട്ടോ. ഫ്ലവർ കൊണ്ടൊക്കെ കണ്ടില്ല ഇങ്ങനെ ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം. എന്തോ ഒരു ഭംഗി. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമായിട്ട് വരും. അവിടെ എത്തുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചാണ്ട് പെരേക്ക് കൊണ്ടുവരാനൊക്കെ തോന്നിയിരുന്നു എനിക്ക്, പറിച്ചെടുത്താണ്ട്. പക്ഷെ പറിക്കാൻ പറ്റൂലല്ലോ, അവിടെ ഫുള്ള് ക്യാമറ ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമറ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ പറിക്കൂലല്ലോ. ഇപ്പുറത്തൊക്കെ ആളുകളുണ്ട്, അവരറിയാം അത് പറിക്കാൻ പറ്റൂല കേട്ടോ, അത് പറിച്ചിട്ടുണ്ടെങ്കിൽ 500 റുപ്യ ഫൈൻ കൊടുക്കാം കേട്ടോ, ഫൈൻ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറിച്ചോളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ രസം കാണാനും അറിയാം. പോകാത്തവർ വേഗം 15-ന് മുന്നേ പോയി കണ്ടോളി, അല്ല ടിക്കറ്റൊക്കെ എടുത്ത് പോയിക്കോളി. അവിടെ പോയിട്ട് പിന്നെ വയനാട് അമ്പലവയലിലേക്ക് പോയിക്കോളി. ഇതൊക്കെ വിൽക്കാനുള്ളതാട്ടോ. ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വിത്തുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഫ്ലവേഴ്സാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ വിത്തുകളൊക്കെയാണ് അത് വിൽക്കുകയാണ്. ഇതൊക്കെ ഓരോ പേക്കിന് അതിനനുസരിച്ച് റേറ്റ് ഉണ്ട്, അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് ഒരു സെൽഫി മേലൊക്കെ വളരെ കൂട്ടി ഒരു സെൽഫിയൊക്കെ കണ്ടെടുത്ത്. ഏതായാലും പോയില്ലേ, ഏതായാലും ഫ്ലവറിൻ്റെ ഇടയിൽ പെട്ടില്ലേ. അപ്പോൾ സപ്പോസ് ചോക്ലേറ്റ് എന്നാണ്, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് വലിയ താല്പര്യമില്ല, അപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു. ഒരുപാട് തിരക്കാണ്. തിരക്കോട് തിരക്കാണ്. മാത്രമല്ല കേട്ടോ ഉണ്ട്. എന്താണ് ഒരു ലോകാണ് മക്കളെ. വന്നോളി കണ്ടോളി പോയിക്കോളി. കാരണം എന്താ പറയുക, മുതലാവും 60 റുപ്യ കാണുമോ? ഇല്ല, കാണുന്നില്ല. ഒരു സൂം ചെയ്തോട്. എവിടെയാണോ സ്ഥലം? എവിടെയാണോ സ്ഥലം? ഇത് ഇവിടെ കാണുന്നില്ല. എന്റെ പൊന്നോടെ പോണ്ടാന്ന് ഞാൻ കാല് വിട്ട് പറയാൻ. ഞങ്ങളിപ്പോ നിൽക്കണത് പൂപ്പൊലിയിലാണ്, വയനാട് പൂപ്പൊലിയിലാണ്. അപ്പൊ ഞങ്ങളെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ടമാനം ജനമുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ഉണ്ടതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അവിടെ എല്ലായിടത്തും ഉണ്ട് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എങ്ങാനും ആൾക്കാരാന്നറിയോ, പോവല്ലേ നമ്മള് മദ്രസിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നാണ് കാണാൻ ഉസ്താദുമാര് എല്ലാരും. സലു കിച്ചൻ വളപ്പ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഓള് പോയി, ഒക്കെ സുഖല്ല, കാലുവേദന എന്നൊക്കെ പറഞ്ഞു ഓള് പോയി. ഞങ്ങള് ഇനി പോവാൻ നിൽക്കുകയാണ്. ഞങ്ങൾ പോവാൻ നോക്കട്ടെ കേട്ടോ. സെത്തണ്ട് കൂടെ ഒരു ലോക മക്കളെ. അക്ഷരയിൽ എങ്ങനെ ഇവിടെ എങ്ങനെയാണെങ്കിൽ അങ്ങനെ വലിയ ജനങ്ങള് അത് കാണാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇഷ്ടം പോലെ എന്തോ ഇവിടുത്തെ കാണില്ല, തലകൾ ഇങ്ങനെ 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 ഇളക്കുന്നുണ്ട്. അത്രക്കും ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ പോവാൻ നോക്കട്ടെ. ഇനി ബൈ.
പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടോ, 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഓരോ ഇതിന്മേൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആളുകളൊക്കെ 6 മണിയായപ്പോൾ ഓരോരുത്തർ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ 6 മണിൻ്റെ ശേഷം അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, ഗാനമേളയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്നും കാത്തിരിക്കാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ല നല്ല അടിപൊളി ഇതൊക്കെ നല്ല രാത്രി നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പം ഈ ഒരു കണ്ടില്ലേ ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ നിൽക്കണേ, ഓരോരുത്തർ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മക്കളെ പോയി കാണുന്നെ വേണം. കണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ പൂപ്പൊലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ പ്രാവശ്യം പോയി കണ്ടീന്, പക്ഷെ അന്ന് ഇത്ര എനിക്ക് ഭംഗി തോന്നിയിട്ടില്ല. ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഭംഗിയുണ്ട്. അപ്പം എല്ലാവരും പൊയ്ക്കോളി വേഗം, ഈ 2015 തീയതി മുന്നേ തന്നെ പോയി കണ്ടോളി. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. പക്ഷേ ഞാൻ ഫ്ലവർ ഇതൊന്നല്ല, ഫ്ലവർ ഇനിയും ഒരുപാടുണ്ട്. ഞാൻ ഇവിടെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇതിൽ ഇതിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇനി ഫ്ലവർ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളായിട്ട് ഇങ്ങനെ ഇടും. ഓരോ വീഡിയോസ് ആക്കാൻ മാത്രമല്ല, ഫ്ലവർ ഉണ്ട് അവിടെ. ഓരോ ഫ്ലവറിൻ്റെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടും കേട്ടോ ഞാൻ. അപ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരേ ഫ്ലവറിൽ ഇങ്ങനെ ഒരുപാട് ഫ്ലവർ ഇങ്ങനെ നിൽക്കണം, ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഇതുപോലെ ഉണ്ട് കേട്ടോ ഒക്കെ, പിന്നെ ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഞാൻ എന്തൊക്കെയോ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ട് പൂപ്പൊലി പ്രമാണിച്ചിട്ട്. ഓരോ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കുക, താമരശ്ശേരിയിൽ നിന്ന് സർക്കാർ ആശുർ കമറ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ കയറി ചെല്ലിനടുത്തേക്ക് എത്തിട്ടോ. ഇവിടെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഈ ഫ്ലവർ മലൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ മിന്നി മിന്നി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇനി പോരാൻ വേണ്ടി നിൽക്കുകയാണ്. നേരെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുക്ക് എത്തി. ബസ് കിട്ടണമല്ലോ, നമുക്ക് ബസ് കിട്ടണം. അപ്പോൾ നമ്മൾ അമ്പലവയലിലാണ് ഇപ്പം നമ്മളില്ലാതല്ലോ. അപ്പോൾ ഇനി അവിടുന്ന് മീനങ്ങാടിക്ക് ബസ് കിട്ടണം. പിന്നെ അവിടുന്ന് പെട്ടെന്ന് മീനങ്ങാടിക്ക് ബസ്സൊക്കെ കിട്ടി കേട്ടോ. മീനങ്ങാടിക്ക് ബസ്സൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അമ്പലവയലിൽ നിന്ന് മീനങ്ങാടിക്ക് ബസ് കയറിയതിൻ്റെ ശേഷം ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ മീനങ്ങാടിക്ക് കയറി മീനങ്ങാടിയിൽ നിന്ന് താമരശ്ശേരിക്ക് ബസ് കയറി അങ്ങനെ പോന്ന്. നല്ല തിരക്കാട്ടോ, ക്യൂ നിൽക്കണ എന്താണെന്നറിയാം, ടിക്കറ്റ് എടുക്കാനാണ്. വൈകുന്നേരത്തെ ആളുകൾ കിച്ചണ് പോയി, ഓള് വേഗം പോയി, ഓക്ക് സുഖമില്ലാന്ന്. ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാ. ഭയങ്കര തിരക്കാട്ടോ. ഞാനും സപ്പൂസും എന്താ കുട്ടിയുണ്ട്. ഞങ്ങൾ പോട്ടെ. വന്നാ മുതലാണ് 60 ഉറുപ്പ്യ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. 60 ഉറുപ്പ്യൊക്കെ ഒന്നല്ല, അതിലപ്പുറം കാണാണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടാൽ നമുക്ക് പൂതി തീരൂല. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ കാണാൻ കയറുക.